ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലൊക്കേഷനാണ്. ഫോർട്ട് കൊച്ചിയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ കൊച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും വൈബുള്ളൊരു പ്ലേസാണ് ഫോർട്ട് കൊച്ചി. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു മോഹവലയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിന് മുൻപും ഫോർട്ട് കൊച്ചി നമ്മളൊരു വീട് ഇതുപോലെ ചെയ്തിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ ബയ്യേഴ്സ് ഉണ്ട് വാങ്ങിക്കാനായിട്ട്. കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ ഹബ്ബാണ് കൊച്ചിയുടെ. പല വീടുകളും നമ്മൾ നോക്കുമ്പോൾ അതൊരു ഹോം സ്റ്റേസ് ആയിട്ടും കഫേ ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഭയങ്കര വൈബുള്ളൊരു പ്ലേസാണ് ഫോർട്ട് കൊച്ചി. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊണ്ട് കൊച്ചിക്കാർക്ക് മുഴുവൻ വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഫോർട്ട് കൊച്ചി. പിന്നെ ഈ ഒരു വീടെന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകുന്ന ആ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഫോർട്ട് കൊച്ചിയിൽ നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജ് അങ്ങനൊരു പ്രോപ്പർട്ടി കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് INS ദ്രോണാചാര്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ ഒരു വീട് ഇരിക്കുന്നത് എന്നുള്ളത്. 6 സെൻറ്റിൽ നമുക്ക് ഒരു 4 BHK ഹൗസാണിത്. 2900 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയൊരു റീല് ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഈ റീല് വളരെ വൈറലായി. എനിക്ക് തോന്നുന്നു ഒരു 6 lakhs 7 lakhs വ്യൂസിൻ്റെ മുകളിലേക്ക് പോയി. നമുക്ക് ഒത്തിരി എൻക്വയറി ഈ ഒരു പ്രോപ്പർട്ടിനെ കുറിച്ച് വന്നായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചി ആയതുകൊണ്ടാണ് ഈ ഒരു വീടിന് ഇത്രയ്ക്കും ഒരു എൻക്വയറി വന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ നോർമലി എല്ലാ പ്രോജക്ട്സിൻ്റെയും അങ്ങനെ റീലുകൾ ഇടാറുണ്ട്, പക്ഷേ ഇത്രയും ഒരു വൈറലായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു വീട് എത്താനായിട്ട് പറ്റി. അപ്പോൾ പലരും ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ വീക്കിൽ നമ്മളതിൻ്റെ ഡീറ്റെയിൽഡ് വ്ളോഗ് വരുന്നുണ്ട്, ഇൻസൈഡ് വ്യൂസും കാര്യങ്ങളും വാക്ക് ത്രൂ എല്ലാം വരുന്നുണ്ടെന്നുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 6 CR ആണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു, ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് എപ്പോഴും ഒരു മോഹവിലയാണ് കൂടുതലും വരുന്നത്. കാരണം വെച്ചാൽ അവിടെ ഇനി അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കൊച്ചിയുടെ പല ഭാഗങ്ങളിൽ ഇപ്പോൾ നമ്മൾ എടപ്പള്ളി നോക്കിയാലും പാലാരിവട്ടം നോക്കിയാലും പനമ്പള്ളിനേർ നോക്കിയാലും ഇവിടെയെല്ലാം നമുക്ക് ലാൻഡ് അവൈലബിലിറ്റി ഉണ്ട്, നമുക്ക് ഇതുപോലുള്ള വീടുകളൊക്കെ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഫോർട്ട് കൊച്ചി വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഇത്രയും നല്ല വീടുകൾ നമുക്ക് കിട്ടാറുള്ളത്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതിൻ്റെ അടുത്ത ലാൻഡ്മാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അത്രയും അടുത്താണ് നമുക്ക് ഫോർട്ട് കൊച്ചി മെയിൻ ബീച്ച് വരുന്നത്. അതുപോലെ നമ്മുടെ സാന്റാക്രൂസ്, കത്തീഡ്രൽ ബസിലിക്ക, അങ്ങനെ എല്ലാ മേജർ സ്പോർട്സിൻ്റെയും നടുക്കാണ് നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ നമ്മൾ ഈ ഒരു വീടിൻ്റെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെടും തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അത്ര നല്ലൊരു വീടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ എലിവേഷൻ വരുന്നത്. ഈ എലിവേഷനാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് കാസിലൊക്കെ പോലെ തോന്നും. അതുപോലെ തന്നെ വൈറ്റ് കളറാണ് അവർ കംപ്ലീറ്റ് ഈ ഒരു വീടിന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന് യൂസ് ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് ഇതൊക്കെ ആ ഒരു കാസിൽ ഒരു സ്റ്റൈൽ കൊണ്ടുവരുന്നുണ്ട്. നമുക്കിവിടെ കവേർഡായിട്ട് ഒരു കാർ പാർക്കിങ്ങും അതുപോലെ തന്നെ നമുക്ക് 2 കാറൊക്കെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം. 6 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 BHK ഹൗസാണിത്. ഫുള്ളി ഫേർണിഷ്ഡ് ആണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ഡോറാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു ഓഫീസ് റൂം ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒഫീഷ്യലായിട്ടൊക്കെ ആരെങ്കിലും നമ്മളെ കാണാനൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇവിടേക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഓഫീസ് റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഇതിൽ കാണുന്ന ഫേർണിച്ചേഴ്സ് എല്ലാം ഇതുപോലെ തന്നെ അവർ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ലിവിങ് ഏരിയ ആണ് ഇത്. അപ്പം ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഡൈനിങ് ഏരിയ ആണ്. ലിവിങ് കം ഡൈനിങ് ആണ് വരുന്നത്. ഇതാണ് ആ ഒരു ലിവിങ് ഏരിയ. അതുപോലെ TV കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, AC ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വീട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണാം. അതുപോലെ ഒത്തിരി ആർട്ട് വർക്കുകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ.
അതിൽ കുറച്ചൊക്കെ അവരെടുക്കും. ഓക്കെ, ബാക്കി ഫർണിച്ചേഴ്സ് ഒക്കെ ഇവിടെ കാണും. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഇത് ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പം 4 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കൊരു കോമൺ ആയിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റും വരുന്നുണ്ട്. അത് വളരെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബെഡ്റൂമിലേക്ക് പോകേണ്ടി വരും ഗസ്റ്റൊക്കെ വരുമ്പോൾ. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട്. അതും ഒരു വൈറ്റ് തീമിലാണ് ആ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. കൂടുതലും ഇവർ വൈറ്റ് തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു കാസിൽ ലുക്കൊക്കെ നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത്. ഇത് കിച്ചണാണ്. കിച്ചൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിലൊരു സ്റ്റോർ റൂം ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് കേട്ടോ. ഇതാണ് നമുക്ക് കിച്ചൻ്റെ ഏരിയ. റൈറ്റ് സൈഡിലാണ് കുക്കിംഗ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കബേർഡ് സ്പേസും പിന്നെ ക്രോക്കറി ഷെൽഫൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ക്യൂരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെ നമ്മൾ വാഷ് മെഷീനും ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട് ഈ ഒരു സ്പേസിൽ. അത്രയാണ് നമുക്ക് കിച്ചൺ വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനാണ്, പക്ഷെ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ്. ഇത് നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂമാണ്. താഴെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത്. വലിയൊരു ബെഡ്റൂമാണ്. എഗെയിൻ അതിന് കബേർഡ് സ്പേസ് മുകളിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. താഴെയും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ആ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടും നമുക്ക് അത്യാവശ്യം സ്പേസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു മരത്തിൻ്റെ അലമാരി അവരവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. എഗെയിൻ വളരെ പേസ്റ്റൽ ഷെയ്ഡ്സ്, വൈറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ക്വാളിറ്റി പാർട്ടിലേക്ക് അധികം എടുത്ത് അങ്ങനെ പറയുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നമുക്കിവിടെ ഈ ഒരു ബാത്റൂമിൽ ഷവർ ക്യൂബിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവരിത് താമസിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. അങ്ങനെ നമുക്ക് വിൽക്കണം എന്നുള്ളൊരു പ്ലാനിലല്ല ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. ഇതാണ് സ്റ്റെയറിൻ്റെ ഒരു ഏരിയ. അവിടെയും കുറേ ആർട്ട് വർക്കുകളും പെയിൻറ്റിങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ലൈറ്റ്സ് ഒക്കെയാണ് ആ ഒരു നമുക്ക് ആ ഒരു കാസിലിൻ്റെ ഒക്കെ പോലെ എടുത്തിങ്ങനെ തോന്നുന്നത്. നമ്മളതൊരു സ്റ്റെയറും ഒരു പ്രത്യേക രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് വരുമ്പം നമുക്കിവിടെ ഒരു അപ്പർ ലിവിങ് ഏരിയ വരുന്നുണ്ട്. എഗെയിൻ നല്ല വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു വീട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു റെസിഡൻഷ്യൽ പർപ്പസിലുപരി ഒരു കൊമേഴ്ഷ്യൽ, അതായത് ഒരു ഹോം സ്റ്റേ പോലെ ഒരു കഫേയൊക്കെ ആയിട്ട് നടത്താൻ പറ്റുകയാണെങ്കിൽ അതിന് പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് സ്പോട്ടിലാണ് നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നത്. ഇത് നമുക്ക് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. എഗെയിൻ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. എല്ലാ റൂംസിലും എ സിയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ആ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ആ ഒരു നമ്മൾ പഴയ കൊട്ടാരങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്റ്റൈൽ ഓഫ് ലൈറ്റ്സ് ആണ്. ആൻഡ് എഗെയിൻ ഇതിൻ്റെ ഈ ഒരു ടോയ്ലറ്റ് വളരെ വലിയൊരു ടോയ്ലറ്റാണ്. ഓക്കെ, നല്ല നീളത്തിലാണ് ഈ ഒരു ടോയ്ലറ്റ് കിടക്കുന്നത്. ഇവിടെയും നമുക്ക് ഷവർ ക്യൂബിക്കിൾസ് കിടക്കുന്നുണ്ട്. ടോയ്ലറ്റ്സിൻ്റെ ഒക്കെ കളർ കോമ്പിനേഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. എല്ലാം ഒരേ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് ആ ഒരു ബെഡ്റൂമിൻ്റെ വരുന്നത്. എഗെയിൻ നമ്മൾ മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂമാണിത്. ഇപ്പോൾ 2ാമത്തെ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെയൊക്കെ പോലത്തെ ഒരു സൈസും കാര്യങ്ങളാണ് വരുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുക, ഈ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടും നമുക്ക് ആവശ്യത്തിന് സ്പേസ് ചുറ്റിനുമുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റഡി ടേബിളും പിന്നെ ചെയറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെയും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു വലിയൊരു ബെഡ്റൂമാണ് ഇതും. എഗെയിൻ ഇതിൻ്റെ ഒരു ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെയുള്ളൊരു ടോയ്ലറ്റിൻ്റെ ഒരു ഇതിലാണ്. ഷെയ്ഡ്സൊക്കെ നമ്മൾ സെയിം ആണ്. എല്ലാം വളരെ ഹൈ ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ശരിക്കും കയറി വരുമ്പോൾ നമുക്കൊന്നും ഒട്ടും ഒരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നത്തില്ല. എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടൊക്കെയാണ്. നല്ല രീതിയിലാണ് ആ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 ബെഡ്റൂം നമ്മൾ അടുപ്പിച്ചാണ് വരുന്നത്. അപ്പം അപ്പർ ലിവിങ് ഏരിയയ്ക്ക് വരുമ്പോൾ ആ 2 ബെഡ്റൂം അടുത്താണ്. എന്നാൽ ഈ ഒരു 2ാമത്തെ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് നമുക്കുള്ള ബെഡ്റൂംസിൽ കുറച്ച് കുഞ്ഞ് ബെഡ്റൂമാണ്. മറ്റ് 3 ബെഡ്റൂമിനേക്കാൾ ഒരു പൊടി ചെറിയ ബെഡ്റൂമാണ്. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. നമുക്ക് എഗെയിൻ ആ ബെഡ്റൂമിൽ 4 ബെഡ്റൂമിൽ നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട്. അപ്പോൾ 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ആ ഒരു കോമൺ ടോയ്ലറ്റും വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. എഗെയിൻ നമുക്ക് ഇങ്ങനൊരു വ്യൂവും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ നമ്മൾ നമ്മുടെ ഷവർ ക്യൂബിക്കിൾ അത് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പം 3 ബാത്റൂംസിനും ഷവർ ക്യൂബിക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി ഉള്ളതിൽ ചെറിയൊരു ബെഡ്റൂമാണ്. ഇനി നമുക്ക് ഒരു ഏരിയയും കൂടെ, ഒരു റൂമും കൂടെ ശരിക്കും മുകളിൽ വരുന്നുണ്ട്.
അത് എഗെയിൻ ഒരു നല്ലൊരു ഏരിയ ആണ്. അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഈ ഒരു റൂമാണത്. അപ്പോൾ ആ റൂമിലേക്ക് വരുമ്പോൾ കണ്ട അതിൻ്റെ വിൻഡോസൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ അതിനെ കൊടുത്തിരിക്കുന്ന ലൈറ്റ്സ്, ഇവരിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയ പോലെയാണ് ഇവരിതിനെ ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടേതായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഇപ്പം സ്റ്റഡി റൂമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു, ഇപ്പോൾ നമ്മൾ ഹോം സ്റ്റേ ആയിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു കിച്ചണൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇവിടെയും ഒരു വലിയ വിൻഡോ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബാൽക്കണി ഉണ്ട്. ആ നേരെ കാണുന്നതാണ് INS ദ്രോണാചാര്യ കേട്ടോ. അവിടെ നമുക്ക് എപ്പോഴും സെക്യൂരിറ്റിയും പോലീസൊക്കെ എപ്പോഴും കാണും. വെരി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. വലിയൊരു ആൽമരം നിൽക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ മുൻപിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു, പിന്നെ ഇവിടെ നമ്മളൊരു റൂം കണ്ടു, വളരെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ കണ്ടു. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ ഏരിയ നോക്കാം. ശരിക്കും ഇതൊരു 3 ഫ്ലോർസ്, അതിൻ്റെ ഒരു എലിവേഷൻ കിട്ടുന്ന രീതിയിൽ 3 ഫ്ലോർസ് ആയിട്ടാണ് ആ ഒരു വീട് നിൽക്കുന്നത്. നമുക്ക് ലിവിങ് ഏരിയ എല്ലാം ഈ ഒരു 2 ഫ്ലോറിലാണ്. മുകളിലേക്ക് നമ്മൾ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ടെറസ് ഏരിയയിലേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി ചെല്ലുന്നത്. അപ്പോൾ അതവർ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം വാട്ടർ ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കഫേ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം. ഒരു റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. കാരണം ഫോട്ടോ വെച്ച് എനിക്ക് നോക്കുകയാണെങ്കിൽ മിക്ക ഈ പറഞ്ഞ കഫേസ് എന്നും പറയുന്നത് വീടുകളാണ് അവർ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എഗെയിൻ ആ ഒരു വീടിൻ്റെ എലിവേഷൻ്റെ പാർട്ടാണ്. ആ ജനലിലേക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടാണ് ആ വിൻഡോസൊക്കെ കാണുന്നത്. അതിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീ കാണാൻ പറ്റും കേട്ടോ. അതായത് ഈ INS ദ്രോണാചാര്യയുടെ അപ്പുറത്ത് സീ ആണ്. അത് നമ്മൾ ഈ INS ദ്രോണാചാര്യ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും വിസിബിൾ അല്ല വ്യൂ. പക്ഷെ നമുക്ക് വീടിൻ്റെ ചില ഏരിയ നമുക്ക് സീ നമുക്ക് നോക്കിയാലായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര സീ വ്യൂ പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് കാണാനായിട്ടൊക്കെ പറ്റും. ഇതാണ് ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കീ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാനിരിക്കുന്നത് വെണ്ണലയിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീട് കണ്ട് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ മുമ്പ് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നത്തെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.